സീറ്റ് വിഭജനത്തിന്റെ പുരോഗതി വിലയിരുത്താൻ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം തുടങ്ങി. ഓൺലൈനായാണ് യോഗം നടക്കുന്നത്. മുന്നണി കൺവീനറെയും ഇന്ന് നിശ്ചയിച്ചിരിക്കും. ബൽറാം നെടുങ്ങാടി ചെയ്യുന്നു. ബൽറാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഏറെ നിർണായകമായ യോഗം. ഈ സീറ്റ് വിഭജനത്തിന് മുന്നോടിയായി നടത്തിയ പല നിർദ്ദേശങ്ങളും പല ഫോർമുലകളിലും കല്ലുകടി പ്രകടമായിരുന്നല്ലോ. എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ യോഗം? സുഹൈൽ, ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഓൺലൈനിലായി ചേരുന്ന യോഗം ഏറെ നിർണായകമാണ്. കാരണം ഈ സഖ്യത്തിന് വേണ്ടി മുൻകൈ എടുത്ത നിതീഷ് കുമാറിന് തന്നെ അവഗണിച്ചു എന്ന തരത്തിലുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതൃപ്തി അദ്ദേഹം പല നേതാക്കളുമായും പങ്കുവച്ചതായുമാണ് പുറത്തുവരുന്ന വിവരം. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ഒപ്പം തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന് ഒരു കൺവീനർ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതീഷ് കുമാറിനെ തന്നെ ഈ സഖ്യത്തിന്റെ കൺവീനറായുള്ള പ്രഖ്യാപനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കും. ഒപ്പം തന്നെയാണ് ഈ സഖ്യത്തിനായി ഒരു ട്രഷറർ, വക്താവ് എന്നീ പദവികൾ കൂടി വേണമെന്ന ആവശ്യമുണ്ട്. ഇത് ആവശ്യമാണോ എന്ന കാര്യത്തിലും തീരുമാനമെടുക്കും. സീറ്റ് ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ പല പാർട്ടികൾ, JDU, സമാജ്വാദി പാർട്ടി, കൂടാതെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഈ സീറ്റ് നൽകുന്നതിൽ, കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകുന്നതിൽ ചില തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പരമാവധി സീറ്റുകൾ മത്സരിക്കാനുള്ള ശ്രമം ഈ പാർട്ടികൾ നടത്തുന്നു. ഇത് സമവായ വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.